അതുകൊണ്ട് മക്കളെ നല്ലതുപോലെ സൂക്ഷ്മമായ രീതിയിൽ ഈ കാലഘട്ടത്തെ മക്കളാണ്. നമുക്ക് നാളെ അവരെ കൊണ്ട് ദുനിയാവുൽ ആഖിറത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ നല്ലതുപോലെ വളർത്തിക്കോ. നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടു, വളരെയധികം കഷ്ടപ്പെട്ടു ആ മക്കളൊന്ന് നല്ലൽക്ക് കൊണ്ടുവരാന്. പക്ഷെ എന്നിട്ടും നന്നായിട്ടില്ല. അവരെ കുറിച്ച്, അങ്ങനത്തെ രക്ഷിതാക്കളെ കുറിച്ചല്ല പറയുന്നത്. അവരെ പടച്ചോൻ പരലോകത്ത് ശിക്ഷിക്കുന്നു പറയുന്നില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ടെങ്ങാനും നമ്മുടെ മക്കൾ വൈപിയച്ചു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലും ആഖിറത്തിലും കരയേണ്ട അവസ്ഥ വരുമെന്ന് ഓരോ രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്താണ്. അള്ളാഹു നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. ഒന്ന് ഉറക്ക ആമീൻ പറയും ഉപ്പമാരെ, മക്കള് നന്നാവണ്ടേ? ഒന്ന് ഉറക്ക ആമീൻ പറയും. അള്ളാഹു നമ്മുടെ മക്കളെ രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാന്ദർഭികമായി കാലോചിതം എന്ന നിലക്കൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മക്കളുടെ കാര്യം. അപ്പൊ പറഞ്ഞത് ലഹരിയുമായി ബന്ധപ്പെടുന്നവരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമതായിട്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു തആല നിസ്കാരം സ്വീകരിക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? ആഖുല്ലിൽ വാലിദൈൻ. നിന്റെ വീടിന്റെ അകത്തളത്തിൽ കയ്യുന്നതായ നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അവരെ വെറുപ്പിക്കുന്ന മക്കളാരോ, അവരെ കഷ്ടപ്പെടുത്തുന്ന മക്കളാരോ, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മക്കളാരോ, അവരുടെ വാക്കിന് വില കൽപ്പിക്കാത്ത മക്കളാരോ, ആ മക്കളുടെ നമസ്കാരം അല്ലാഹുവിന് വേണ്ട. അത് മാത്രവുമല്ല, നമ്മുടെ ചർച്ചാ വിഷയം പരലോകത്തെ 12 വിഭാഗങ്ങളാണല്ലോ. ആ 12 വിഭാഗങ്ങളില് അല്ലാഹുവിന്റെ റസൂല് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, മുആദേ, പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന 12 കോലങ്ങളില് ഏറ്റവും മോശപ്പെട്ട വിഭാഗം ആരെന്നറിയുമോ? ജുദാമം വ ബറസ്വാ. ജുദാമം വ ബറസ്വാ. മാതാപിതാക്കളെ ഏതെങ്കിലും തോതിലൊക്കെ ശല്യപ്പെടുത്തുന്ന ചെറുപ്പക്കാർ, യുവാക്കൾ ഉണ്ടെങ്കിൽ കേട്ടോ. തിരുവനന്തപുരത്തുള്ള അഫാന് ചുറ്റിക കൊണ്ട് തലക്കടിച്ചതുപോലെ, അല്ലെങ്കിൽ താമരശ്ശേരിയിലെ ചങ്ങായി കൈത്തറത്തത് കൊന്നതുപോലെ അത്രക്കൊന്നും ചെയ്യണമെന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഉമ്മാന്റെയോ വാപ്പാന്റെയോ ഹൃദയം വേദനിച്ചു പോയോ, ദുനിയാവെന്നും ആഖിറത്തെന്നും അള്ളാഹു വെറുതെ വിടൂല എന്നാണ്. ദുനിയാവെന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ശിക്ഷകൾ പറഞ്ഞു തരുന്നുണ്ട്. നിനക്കും അള്ളാഹു ഇതുപോലത്തെ നീ കാണിച്ച അതേ അതിൽ ഡബിൾ സ്വഭാവം കാണിക്കുന്ന മക്കളെ തരുന്ന മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അത് ദുനിയാവെന്ന്. ആഖിറത്തെന്നാണ് പറയുന്നത്. ജുദാമം വ ബറസ്വാ. വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും ബാധിച്ചവരെ പോലെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരികയാ. അമ്മനുഹും യാ റസൂലല്ലാഹ്. ആരാണ് നബിയേ? മറ്റുള്ളവർക്ക് പോലും പുയുത്ത് നാറുന്ന കോലത്തില് ഈ വിഭാഗം കടന്നു വരുമ്പോ വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ മൂക്കുപൊത്തുമെന്നാ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. മുആദ്, അവരാരാന്നറിയുമോ? ഹൗലാഇല്ലദീന കാനൂ ആഖുല്ലിൽ വാലിദൈൻ. വാപ്പാനെയും ഉമ്മാനെയും കഷ്ടപ്പെടുത്തിയ മക്കളുണ്ടല്ലോ, വാപ്പാനെയും ഉമ്മാനെയും ശല്യപ്പെടുത്തിയ മക്കളുണ്ടല്ലോ. അജുദാമം വ ബറസ്വാ. വെള്ളപ്പാണ്ടും കുഷ്ഠരോഗവും ബാധിച്ചവരെ പോലെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറയാണ്, ജീവിതത്തിൽ ഒരു സ്വർഗുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുന്ന കാലാണ്. പോയോരോട് ചോദിച്ചു നോക്കിയാൽ മതി അവരില്ലാത്തതിന്റെ സങ്കടം എത്ര ഉണ്ട്. അതുകൊണ്ട് അവര് ജീവിച്ചിരിക്കുന്ന ആ കാലം അവർക്ക് സന്തോഷവും സമാധാനവും കൊടുത്തിട്ട് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണ് നനയിക്കുന്ന 1-2 സംഭവങ്ങൾ പറയാൻ.
വെറുതെ ചരിത്രം പറഞ്ഞിട്ട് തങ്ങൾ വന്നാ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തും. ചരിത്രം പറഞ്ഞിട്ട് സമയം കളയാനല്ല, ഓരോ ചരിത്രവും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് വലിയ പാഠങ്ങളാണ്. ആദ്യം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി പറയും, പിന്നെ എന്റെ പ്രിയപ്പെട്ട വാപ്പമാർക്ക് വേണ്ടി പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി കടന്നു വന്ന മഹാനല്ലേ ആ മാലിക് ഇബ്നു ദീനാർ തങ്ങള്. ഒരു ദിവസം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, റബ്ബേ ഈ വർഷത്തിലെ ഹജ്ജിനെയുണ്ടല്ലോ നീ ആരുടെയൊക്കെയാണ് സ്വീകരിക്കാത്തത്, അവരെ കുറിച്ചുള്ള വിവരമൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ റബ്ബേ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദ്വാരക്കാണ്, റബ്ബേ ഈ തവണയിലെ ഹജ്ജ് ആരുടെയൊക്കെയാണ് സ്വീകരിക്കാത്തത്, അവരെ കുറിച്ചുള്ള ഒരു വിവരം എനിക്ക് തരുമോ. ഇതും ദുആ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാണ്. പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ള അശരീരി വരുന്നു. അവിടെന്ന് പറയുന്നു, പ്രിയപ്പെട്ട മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ബൽഹ എന്ന രാജ്യത്ത് മുഹമ്മദ് ഇബ്നു ഫാറൂൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. അയാളുടെ ഹജ്ജിനെയുണ്ടല്ലോ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല തങ്ങളെ. ബൽഹ എന്ന രാജ്യത്ത് മുഹമ്മദ് ഇബ്നു ഫാറൂൻ എന്ന് പേരുള്ള ഒരാളുണ്ട്. അയാളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഈ സ്വപ്നം കണ്ടപ്പോ മഹാനവറുകൾ അങ്ങ് ഞെട്ടി ഉണരാൻ, ബൽഹയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെയുള്ള ആളുകളോട് ചോദിക്കാണ്, ഇവിടെ അങ്ങനെ മുഹമ്മദ് ഇബ്നു ഫാറൂൻ എന്ന് പേരുള്ള ആളുണ്ടോ? ചോദിക്കുമ്പോ എല്ലാവരും ഇയാളെ കുറിച്ച് ഒരേ സ്വരത്തിൽ പറയുന്നത് നല്ലത് മാത്രമാണ്. മുഹമ്മദ് ഇബ്നു ഫാറൂൻ നല്ല സൂഫിയായ മനുഷ്യനാണ്, തുടർച്ചയായി 10 വർഷം ഹജ്ജ് ചെയ്തയാളാണ്. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളങ്ങ് ഞെട്ടിത്തെരിച്ചു പോയി, റബ്ബേ തുടർച്ചയായി 10 വർഷമാണ് ഇയാൾ ഹജ്ജ് ചെയ്തത്. നാട്ടുകാരായ ഒരാൾക്ക് പോലും ഇയാളെ കുറിച്ചൊരു മോശം അഭിപ്രായമില്ല. പിന്നെ എങ്ങനെയാണ് ഇയാളുടെ അമലുകൾ നീ സ്വീകരിക്കാതെയായി പോയത്? മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക് നിഗ്നാസയായി ഈ മുഹമ്മദ് ഇബ്നു ഫാറൂൻ എന്ന് പേരുള്ള ആളയതാ കണ്ടുമുട്ടുന്നു. എന്നിട്ട് ചോദിക്കുമ്പോ പറയുന്നു, തങ്ങളെ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് യുവത്വത്തിന്റെ കാലഘട്ടത്ത് നല്ലതുപോലെ മദ്യപിച്ചിരുന്നയാളായിരുന്നു. ഒരു ദിവസം മദ്യപിച്ച് മതോമസ്തനായിക്കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാ. ആ ഉമ്മയതാ മദ്യപിച്ചതിന്റെ പേരിൽ എന്നെ അങ്ങ് തടഞ്ഞു നിർത്തുന്നു. ലഹരി ഉപയോഗിച്ചവനായ സ്ഥിതിയിലാണെങ്കിൽ ഈ വീട്ടിലേക്ക് കയറണ്ട എന്നെന്റെ ഉമ്മ എനിക്ക് നിർദ്ദേശം നൽകുന്നു. എന്റെ ഉമ്മ എന്നെ ഒരുപാട് ശകാരിക്കുകയാ, ഒരുപാട് അടിക്കുകയാണ്, വേദനിപ്പിക്കുകയാ. മദ്യത്തിന്റെ ലഹരി തലക്ക് പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു കുപ്പി മണ്ണെണ്ണ എടുക്കുന്നു, എന്റെ ഉമ്മാന്റെ ദേഹത്തിലേക്ക് ഒഴിച്ചു കളയുന്നു. എന്നിട്ടതാ തീ കൊളുത്തി കളയുന്നു. എന്റെ ഉമ്മയതാ ആർത്തട്ടഹസിക്കുകയാ, എന്റെ ഉമ്മയതാ നിലവിളിക്കുകയാ, മോനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു മോനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഉമ്മ ആർത്തട്ടഹസിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. അല്ലാ അല്ലാ, ആ സമയത്താണ് എന്റെ തലയിൽ നിന്ന് മദ്യത്തിന്റെ ലഹരിയുടെ മയക്കുമാ മസ്ത് മായാൻ തുടങ്ങിയത്. ചിന്തിക്കുന്നു, റബ്ബേ ആരെയാണ് അല്ലാ, ആരെയാണ് അല്ലാ
ഈ കത്തിച്ച് കരിച്ചു കളയുന്നതെന്നെ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണല്ല അല്ലാ. ഇയാള് പറയുന്നു, പ്രിയപ്പെട്ട മാലിക് ബിനു ദീനാർ തങ്ങളെ, ഞാൻ എന്റെ വീടിന്റെ നാനാഭാഗത്തേക്കും വെള്ളത്തിന് വേണ്ടി പോവുകയാ. പക്ഷേ വെള്ളം കിട്ടിയില്ല തങ്ങളെ. അവസാനം ഞാനൊരു മൂർച്ചയുള്ള കടാരയെടുത്തിട്ട് എന്റെ ഉമ്മാന്റെ ദേഹത്തെ കത്തിച്ച് കരിഞ്ഞ ഈ കയ്യെനിക്ക് വേണ്ടേ അല്ലാ. ഇതും പറഞ്ഞുകൊണ്ട് എന്റെ കയ്യങ്ങ് മുറിച്ചു കളയുന്നു. ആ സമയത്തും എന്റെ ഉമ്മ ആർത്തട്ടഹസിക്കുന്നുണ്ട്. അവിടെന്ന് പറയുന്നു, മോനെ, നിന്റെ ശരീരത്തിന് നീ എത്ര വലിയ എന്റെ ശരീരത്തെ നീ അതിനിഷ്ഠൂരമായി കൊന്നാലോ നിന്റെ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല മോനെ, ഞാൻ ആഗ്രഹിക്കുന്നില്ല മോനെ. ഇതാണ് ഓരോരോ ഉമ്മമാരോ ഓരോ ഉമ്മയുടെയും സ്നേഹമെന്നുള്ളത് ഇതാണ്. ഇയാള് പറയുന്നു, പ്രിയപ്പെട്ട മാലിക് ബിനു ദീനാർ തങ്ങളെ, ഈ ഉമ്മാനെ കത്തിക്കരിഞ്ഞ് കരിച്ചു കൊന്നിട്ടുള്ള ഈ ഒരേ ഒരു കാരണം കൊണ്ട് എന്റെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചില്ല തങ്ങളെ. എന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചില്ല, എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചില്ല. ഞാൻ തുടർച്ചയായി ചെയ്തിട്ടുള്ള എന്റെ 10 വർഷക്കാലത്തെ ഹജ്ജുകൾ പോലും അല്ലാഹു സ്വീകരിച്ചില്ല തങ്ങളെ. ഈ ചെറുപ്പക്കാരൻ പറയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോക്കിയാൽ പോലും പുണ്യം കരസ്ഥമേകുന്ന ഒരു മുഖവേത്രമുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ അവിടുന്ന് 3 കാര്യങ്ങളാ പറഞ്ഞു തന്നത്. ഒന്ന് പരിശുദ്ധമായ കഅബാലയമാണ്, മറ്റൊന്ന് ഖുർആനാണ്, മറ്റൊന്ന് നിന്റെ ഉമ്മയുടെ മുഖമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലി ഉമ്മീക ഹഖ്ഖുൻ ലൗ അലിംത കബീറു കതീറുക യാ ഹാദാ ലദൈഹി യസീറു. അല്ലാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക് ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ പരലോകം അല്ലാഹുവേ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കാൻ. അതിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മാതാവിന് സ്ഥാനം കൊടുക്കാതെ ഭാര്യക്ക് വില കൽപ്പിക്കുന്ന മക്കളുടെ കാലഘട്ടം. അതോടൊപ്പം തന്നെ പിതാവിന് സ്ഥാനം കൊടുക്കാതെ കൂട്ടുകാർക്ക് വില കൽപ്പിക്കുന്ന മക്കളുടെ കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ട പൊന്നാര ചെറുപ്പക്കാരെ, ചില യുവാക്കള് ചെറുപ്പക്കാരൊക്കെ ഉമ്മാനെ നല്ലോണം സ്നേഹിക്കും. ഉമ്മാന്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും, ഇടക്കിടക്കൊക്കെ ഓരോ മുത്തം കൊടുക്കും. എന്നാൽ വാപ്പാനോട് ഒന്ന് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും മടിക്കുന്ന മക്കളുണ്ട്. ഇത് പറയുമ്പോ പല വാപ്പമാര് ചിരിക്കാണ്. ശരി തന്നെയാണ് പറഞ്ഞത്. വാപ്പാനോടൊന്ന് ജസ്റ്റ് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും മടിക്കുന്ന മക്കള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വാപ്പാന്റെ വില എന്തെന്നറിയോ? ആദരവാകുന്ന ഹബീബാകുന്ന പ്രവാചകനതാ പറഞ്ഞു തരികയാ, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്നാ. വാപ്പ എന്നുള്ളത് സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്നാണ് റസൂലുള്ള പറയുന്നത്.